അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ ഗവർണർ ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ ഭാരതാംബയെ ചുറ്റിപ്പറ്റി കെട്ടുകഥകൾ മെനയുകയാണ്. ഈ കാവിക്കുടിക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഭാരതാംബ എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. അത് തുടരുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. നിങ്ങൾ കെട്ടുകഥയുണ്ടാക്കുകയാണോ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന്? ആർലേക്കർ പുതിയ ആളായതുകൊണ്ട് അദ്ദേഹത്തിന് മുഴുവൻ ചരിത്രം അറിയില്ലായിരിക്കും. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ആർലേക്കറെയും അദ്ദേഹത്തിൻ്റെ ഈ ബിംബകൽപ്പനയെ എതിർക്കുന്നില്ല. ഇതുപോലെ ഒരു ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സവർക്കർക്കൊപ്പം അല്ലെ ഗോൾവാക്കർക്കൊപ്പം തൊട്ടപ്പുറത്ത് വി ഡി സതീശൻ വിളക്ക് കൊളുത്തുന്ന ചിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഗവർണർ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ചിത്രമാണ്. അതുകൊണ്ട് ഗവർണറുടെ മുന്നേ നടന്ന ആളാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാരടിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർലേക്കറെ സ്തുതിച്ച് ഇതുപോലൊരു ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളതെന്ന് ആർലേക്കറോട് പറഞ്ഞു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബുവിനോട് ഞാൻ അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഗവർണർ അങ്ങനെ പ്രതിപക്ഷത്തെ അതിൽ പെടുത്തേണ്ടതില്ല, ഭരണപക്ഷത്തെ മാത്രം പെടുത്തിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ട്, എന്തിനാണ് വിവാദമായൊരു കാര്യം നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്, ഭരണഘടനാ ബാഹ്യമായൊരു കാര്യം നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്? അതിന് ചരിത്രപരമായൊരു ഉത്തരം ഞാൻ പറയാം. 150 കൊല്ലക്കാലം മുമ്പാണ് ബഹുമാനപ്പെട്ട PDT ആചാര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ ആനന്ദമഠം എന്ന നോവലിനകത്ത് വന്ദേ മാതരം എന്ന കവിത ഉൾപ്പെടുത്തിയത്. ആ കവിത, അതിലെ 2 സ്റ്റാൻസകൾ ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു. എന്തിനാണ് നിരോധിച്ചത്? നമ്മുടെ രാജ്യത്തെ അന്ന് ജനസംഖ്യയിൽ നല്ല പങ്കുള്ള, ഇന്ന് ബംഗ്ലാദേശിലും ഇന്ന് പാകിസ്ഥാനിലും ഉൾപ്പെടെ പോയ മനുഷ്യരുൾപ്പെടെയുള്ള ജനസംഖ്യയിലെ ഒരു നല്ല പങ്കുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ മേലെ മറ്റൊരു മതചിഹ്നം നിർബന്ധമായി തങ്ങൾ വണങ്ങേണ്ട ഒരു കാര്യമാണ് എന്ന തരത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലാണ് വന്ദേമാതരത്തിൻ്റെ 2 സ്റ്റാൻസുകൾ വന്നത്. ആ സ്റ്റാൻസുകൾ സ്വീകാര്യമല്ല എന്ന് കറുത്ത പ്രതിഷേധ ഉയർന്നു വന്നു. അതിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ബ്രിട്ടീഷുകാരത് നിരോധിക്കുന്നത്. നിരോധിച്ച ശേഷം സ്വാതന്ത്ര്യ സമരം നടന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ആർലേക്കറോ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളോ RSS പങ്കെടുത്തിട്ടില്ല. എന്താണ് പങ്കെടുക്കാത്തത്? എന്തുകൊണ്ട് RSS പങ്കെടുത്തില്ല, അല്ലെങ്കിൽ സംഘപരിവാർ പങ്കെടുത്തില്ല, അതിന് മുമ്പുണ്ടായിരുന്ന വിഭാഗം പങ്കെടുത്തില്ല എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവും ആ ആനന്ദമഠം നോവലിലെ ഒരു ഭാഗം പറയുന്നുണ്ട്. എന്താ ഭാഗം? ഒരു സന്യാസിയുമായി ഒരു സംഭാഷണം. ആ സംഭാഷണത്തിലൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ചോദ്യം ഇതാണ്: നമ്മൾ പരാജയപ്പെടുത്തിയ മുസ്ലിം ഭരണാധികാരികൾ മടങ്ങി വരുമോ? അപ്പോൾ സന്യാസി മറുപടി പറയുന്നു, ബ്രിട്ടീഷുകാർ ശക്തന്മാരാണ്. ബ്രിട്ടീഷുകാർ ശക്തന്മാരായതുകൊണ്ട് മുസ്ലിം ഭരണാധികാരികൾ എന്നുള്ള ഭീഷണി ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല, ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മുസ്ലിം ഭരണാധികാരികൾ മടങ്ങി വരാതിരിക്കാൻ ബ്രിട്ടീഷുകാരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ആനന്ദമഠം എന്ന നോവലിലെ സന്യാസിയുടെ സംഭാഷണമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, RSS ജന്മമെടുക്കുന്നതിനും 50 കൊല്ലം മുമ്പാണ് ഏറ്റവും വിദ്വേഷകരമായ ഒരാശയം നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിലവിൽ വന്നത്. അതിനു മുമ്പൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശമാണ്. അതിന് 2 അധ്യായങ്ങൾ നിരോധിക്കപ്പെടേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഒന്ന് ക്രിസ്തു മതത്തിനെതിരെ, ഒന്ന് ഇസ്ലാം മതത്തിനെതിരെ. നമ്മുടെ രാജ്യത്തിനകത്തെ മതമൗലികവാദത്തിൻ്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ തേടിപ്പോകുന്ന ഒരാൾക്കും ആ മൗലികവാദത്തിൻ്റെ, ഹിന്ദുത്വ എന്ന ആശയത്തിൻ്റെ ഉറവിടങ്ങൾ ഇങ്ങനെ കാണാം. അവിടെയാണ് നമ്മൾ പറയുന്നത്, ഇത് 1947 ഇന്ത്യയെ സ്വതന്ത്രമാവുകയും 50 ഭരണഘടന അംഗീകരിക്കുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു പൊതു സമന്വയത്തിലേക്ക് നമ്മളെത്തി. അതാണ് ഭരണഘടന. അതുകൊണ്ട് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എത്തി നിൽക്കുന്ന സമന്വയത്തിൻ്റെ തലമെന്ന് പറയുന്നത് രാഷ്ട്രദേശീയതയാണ്. എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ നാഷണലിസം, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് നാഷണലിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയ ദേശീയത, മലയാളത്തിൽ പറഞ്ഞാൽ രാഷ്ട്രദേശീയത. അതാണൊരു ഭാഗം. അതിന് കൗണ്ടറാണ് RSS മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയത. ആ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഭാരതാംബ പോലെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ മഹത്തായൊരു ഭൂതകാലമുണ്ട്. പക്ഷെ ഞാൻ ജീവിക്കുന്ന കേരളത്തിന് ഈ ഭാരതാംബയോ ഈ ആശയങ്ങളെയോ അറിയും മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത് ബുദ്ധമതത്തെക്കുറിച്ചാണ്, നമ്മൾ മനസ്സിലാക്കിയത് ജൈനമതത്തെക്കുറിച്ചാണ്,
ബ്രാഹ്മണ മതം ഇവിടെ വന്നിട്ട് 1200 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ, കൊല്ലവർഷമാണ്. അതിനർത്ഥം എന്താണ്? 2000-ലേറെ കൊല്ലമായി നമ്മൾക്ക് പരിചയമുള്ള ബുദ്ധമതത്തിൽ ഭാരതാംബയുണ്ടോ? നമ്മൾക്ക് പരിചയമുള്ള ജൈന മതത്തിൽ ഭാരതാംബയുണ്ടോ? മറ്റു മതങ്ങളുടെ കാര്യം നമ്മൾ പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭാരതാംബയെ ഇവർ ഒളിച്ചു കടത്തുന്നത്? ആ ഒളിച്ചു കടത്തുന്നത് ഒരു സാംസ്കാരിക ദേശീയത എന്നൊരു ആഖ്യാനമാണ്. ആ ആഖ്യാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥയെ, ഭാരതത്തിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരാനുള്ള അതായത് സാംസ്കാരിക ദേശീയതയുടെ പ്രതിഫലനമാണ് ഭാരതാംബ. എന്റെ ഒറ്റ ചോദ്യം, അങ്ങ് പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ നാഷണലിസത്തെയാണ് CPM ഉൾക്കൊള്ളുന്നത്. പക്ഷെ 57 വർഷമെടുത്തില്ലേ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ആ പൊളിറ്റിക്കൽ നാഷണലിസത്തിന്റെ ഭാഗമായ ദേശീയ പതാക ഒന്ന് ഉയർത്താൻ? അത് തെറ്റാണ്. എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? 1947 ആഗസ്റ്റ് 15-ന് ദേശീയ പതാക ഉയർത്തിയ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതേ പതാക ഉയർത്തിയ ഹർകൃഷ്ണൻ സുർജിത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? 47 ആഗസ്റ്റ് 15-ന് ജയിലിൽ കിടന്ന AKജിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ട്. പക്ഷേ CPM ആസ്ഥാനത്ത് 2021 മുമ്പ് എപ്പോഴെങ്കിലും ദേശീയ പതാക ഉയർത്തിയിരുന്നോ? അവിടെയാണ് ഞങ്ങൾ കൃത്യമായ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണകൾ എന്തുകൊണ്ടാണ് അത്തരമൊരു ദേശീയ പതാക ഉയർത്താൻ മഹാത്മാഗാന്ധി തയ്യാറാകാതിരുന്നതെന്ന ചോദ്യത്തിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മഹാത്മാഗാന്ധി ദേശീയ പതാക ഉയർത്തുന്ന കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ പതാക ഉയർത്തി നമ്മുടെ മുമ്പിലില്ല? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഈ RSSൻ്റെ ഈ കാവിക്കൊടി ഭഗവത് ധ്വജം എന്ന പേരിൽ ആദ്യം ഒരു ഔദ്യോഗിക സ്ഥലത്ത് ഉയർത്തിയത് ആർലേക്കർ അല്ല. ചരിത്രത്തിൽ അതിന് പൂർവ്വസ്ഥാനീയനുണ്ട്. അത് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജി തൻ്റെ മന്ത്രിമന്ദിരത്തിൽ 1947 ആഗസ്റ്റ് 15-ന് ദേശീയ പതാക ഉയർത്തിയില്ല എന്നൊരു പരാതി വന്നു. ആ പരാതി നെഹ്റു ഒരു കത്തായിട്ട് ശ്യാമപ്രസാദ് മുഖർജിക്ക് അയക്കുന്നു. മറുപടിയായിട്ട് ശ്യാമപ്രസാദ് മുഖർജി പറയുന്നത് എന്താണ്? എൻ്റെ മന്ത്രിമന്ദിരത്തിൽ ഞാൻ ദേശീയ പതാകയും ഉയർത്തി, RSSൻ്റെ കൊടിയും ഉയർത്തി. നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലെ ഒരംഗം ഉയർത്തിയ ആ കാവിക്കൊടിയാണ് ഇന്ന് ഇവിടെ മഹാസഭയുടെ കൂടി പ്രതിനിധിയായിട്ടാണല്ലോ നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുന്നത്, കോൺഗ്രസ്സുകാരനായിട്ടല്ല. ഞാൻ ഒരിക്കൽ കൂടി അങ്ങയിലേക്ക് തിരികെ വരാം. അതിനു മുമ്പ് എനിക്ക് ഒന്ന് UDF പ്രതിനിധിയിലേക്ക് കൂടി പോകണം. Debate with Dr. Arun Kumar.